എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ഒരു ക്ലാസ്സിൽ ഇപ്പം നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 2024 സിവിൽ എക്സൈസ് ഓഫീസറുടെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ മാത്സിൻ്റെ മെൻ്റൽ എബിലിറ്റിയിലെ ചോദ്യങ്ങൾ എടുക്കുന്നു. വളരെ ഡീറ്റെയിലായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചേർത്ത് ഡീറ്റെയിലായി നമ്മൾ പഠിക്കുന്നു പോകുന്നു. വളരെ നിലവാരമുള്ള ഒരു ചോദ്യപേപ്പറായിരുന്നു ഇത്. ആ ചോദ്യപേപ്പർ കണ്ട ആളുകൾക്ക്, പരീക്ഷ എഴുതിയ ആളുകൾക്കൊക്കെ മനസ്സിലാവും. ഒരു പക്ഷേ PSC പരീക്ഷയിൽ ആദ്യമായി കാണുന്ന 1-2 ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പിച്ച കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കും, നിർത്തും. പിന്നെ എന്നും പറയുന്ന കാര്യം ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഉറപ്പായും ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ ട്രിക്ടേണിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നടക്കാൻ പോകുന്ന LDക്ക് വേണ്ടിയും LPUPക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ കുറേയധികം പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട്, ഡിഗ്രി ലെവലിൻ്റെ എക്സാം വരുവാണ്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. തീർച്ചയായും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക, പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി അതും അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ട്രിക്ടേൺ എന്ന് സെർച്ച് ചെയ്താൽ മതി ടെലിഗ്രാമിൽ, നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ പരീക്ഷയുടെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും എന്നതാണ് ചോദ്യം. മക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 4πr² ആണ്. മറന്നു പോകരുത്, ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്ന സാധനം 4πr² ആണ്. ഇത് കണക്ട് ചെയ്യാനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഗോളം എന്ന് പറയുന്നത് നമ്മൾ ദൂരേന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു വട്ടമായിട്ടാണ് അല്ലെങ്കിൽ ഒരു വൃത്തമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു വൃത്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ വിസ്തീർണം πr² ആണ്. ഇങ്ങനെ 4 സൈഡിൽ പോയി നമ്മൾ ഗോളത്തെ നോക്കിയാലും നമുക്ക് 4 വട്ടങ്ങൾ, വൃത്തങ്ങൾ കാണാൻ പറ്റും. ഒരു πr² ഒരു വട്ടം. അങ്ങനെ 4 സൈഡിൽ നിന്ന് നോക്കിയാൽ 4πr² എന്ന് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ ആണോ? സെറ്റാണോ? അപ്പോ ഗോളത്തിന്റെ ആരം 6 ആകുമ്പോ അതിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 4πr² ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്തുവാ പറയുന്നത്? ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ, അതായത് 6 എന്ന് പറയുന്ന സാധനം മക്കളെ 2r ആയാൽ അതിൻ്റെ ഉപരിതല വിസ്തീർണം എന്ത് സംഭവിക്കും? അപ്പൊ നോർമലി 4πr² ആണ്. അപ്പോൾ 4πr² അകത്ത് 6 എന്ന് പറയുന്നത് 6 ആണ്. ഇനി 6 എന്ന് പറയുന്ന സാധനം ഇവിടെ ഇരട്ടിയായി 2r ആയി. 3 മടങ്ങായിരുന്നെങ്കിൽ 3r ആയി. 4 മടങ്ങായിരുന്നെങ്കിൽ 4r ആയി. ഇവിടെ ആരം മക്കളെ ഇരട്ടിയായി 2r ആയി. 2r ആവുമ്പോൾ ഉപരിതല വിസ്തീർണം എന്ത് സംഭവിക്കും? 4 × π × r എന്ന് പറയുന്ന സാധനം 2r ആയി ² കാര്യം r² സ്ഥാനത്ത് ഇപ്പൊ 2r ആയി. അപ്പൊ 2 മാത്രം കൊടുക്കരുത്, 2r ² അപ്പൊ 4 × π × ഈ 2r ² എന്ന് പറയുമ്പോൾ കേട്ടോണം, അകത്ത് കിടക്കുന്ന എല്ലാവർക്കും ² ആണ്. അകത്ത് കിടക്കുന്ന എല്ലാവർക്കും സ്ക്വയർ കൊടുക്കണം. അപ്പൊ 2ന് സ്ക്വയർ കൊടുത്താൽ 4, 6ന് സ്ക്വയർ കൊടുത്താൽ r². ഓക്കെ ആണ്. അപ്പോ
ഈ സാധനം ഇപ്പോൾ എങ്ങനെ വരും പറ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ വേണ്ട ഇതിങ്ങനെ എഴുതാം, 4r² എന്നായി. അതായത് 16 πr² എന്ന് കിട്ടും. ഈ 16 πr² എന്ന് ചിന്തിക്കാതെ 16 πr² എന്ന് ചിന്തിക്കാതെ ഇങ്ങനെ ഒന്നെടുത്താൽ 4 ഗുണം 4πr² എന്ന് കിട്ടും. 16 എന്നാലും 4 ഗുണം, കണ്ടോ ഈ 4 അവിടെ നിൽക്കട്ടെ, 4πr² എന്ന് കിട്ടും. ആലോചിച്ച് നോക്ക്. നേരത്തെ മക്കളെ 4πr² ഉള്ളൂ. ഈ ആരം ഇരട്ടിയായപ്പോ 4 ഗുണം 4πr² ആയി. ആലോചിച്ച് നോക്ക്. നേരത്തെ വെറും 4πr² ഉള്ളൂ. ഇപ്പോഴോ 4 ഗുണം 4πr² ആയി. ആരം ഇരട്ടിച്ചപ്പോ നേരത്തെ എത്ര ആണോ അതിനെ 4 കൊണ്ട് ഗുണിച്ചതായി. നേരത്തെ എത്ര ആണോ അതിൻ്റെ 4 മടങ്ങായി. ഓക്കെ ആണോ? അപ്പോ ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയായാൽ ഉപരിതല വിസ്തീർണം 4 മടങ്ങാവും. മക്കളെ ഇവിടെ ക്വസ്റ്റ്യൻ ഡാത്തിലെല്ലാം പെർസെൻറ്റേജാണ്. 4 മടങ്ങാവും എന്ന് പറഞ്ഞാൽ 400% എന്നാണ്. കാര്യം 1 മടങ്ങ് എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ ഓർക്കുക, 1 മടങ്ങ് എന്ന് പറയുന്നത് 100%. മൊത്തം എന്ന് പറയുന്നത് 100%. അപ്പോ ഇരട്ടിയാവുക എന്ന് പറഞ്ഞാൽ 200%. 3 മടങ്ങാവുക എന്ന് പറഞ്ഞാൽ 300%. അപ്പൊ 4 മടങ്ങാവുക എന്ന് പറഞ്ഞാൽ 400%. അപ്പൊ ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം 4 മടങ്ങ്, അതായത് 400%. ഇനിയുമുണ്ട് ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ്. എന്താന്ന് ചോദിച്ചാല് ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എത്ര മടങ്ങായി എന്നാണ് ചോദ്യമെങ്കിൽ നമ്മുടെ ഉത്തരം 400%. ഒന്നുകിൽ 4 മടങ്ങായി, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ ശതമാനം 400%. പക്ഷെ ഇവിടെ എന്തുവാ ചോദിച്ചേക്കുന്നേ? ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും, എത്ര വലുതായി? മക്കളെ, നേരത്തെ 100%. ഇപ്പോൾ അത് 400%. നേരത്തെ എത്രയാണോ അതിന്റെ 300% വർദ്ധിക്കും. അപ്പൊ എത്ര വർദ്ധിക്കും എന്നതാണ് ചോദ്യമെങ്കിൽ നമ്മുടെ ഉത്തരം 300%. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഈ ലാസ്റ്റ് സെന്റൻസ് മനസ്സിലാകാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം, കേട്ടോണേ. എൻ്റെ കയ്യിൽ 100 മുട്ടായി ഉണ്ട്. എത്ര? 100. ഓക്കെ. അപ്പോ ഞാൻ രാവിലെ വഴിയിൽ നിന്നപ്പോൾ നിങ്ങൾ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരു 300 മുട്ടായും കൂടെ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോ എൻ്റെ കയ്യിൽ ഇരുന്ന 100 മുട്ടായി ഇപ്പൊ എത്രയായി മാറി? 400 മിഠായി ആയി. നിങ്ങളോട് ഒരാൾ ചോദിക്കുക, വഴി കൂടെ പോകുന്ന ഒരാൾ നിങ്ങളോട് ചോദിക്കുക, എടാ അവൻ്റെ ഇരുന്ന മുട്ടായി എത്രയായി എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം 400 മുട്ടായി ആയി ചേട്ടാ. ഓക്കെ. ഇനി നിങ്ങളോട് അയാൾ തന്നെ ചോദിക്കുകയാണ്, അവൻ്റെ ഇരുന്ന മുട്ടായി എത്രയാണോ വർദ്ധിച്ച്? അപ്പം നമ്മൾ 400 പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. എന്താ ശരിയാവാത്തെ? ചേട്ടാ അവൻ്റെ ഓൾറെഡി 100 ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 400 ആയി. അപ്പൊ എത്ര വർദ്ധിച്ചു? 300 വർദ്ധിച്ചു. കണ്ടോ? വർധനവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആദ്യം 100 ആണ്, ഇപ്പൊ 400 ആണ്. അത് തമ്മിലുള്ള വ്യത്യാസം വേണം എടുക്കാൻ. ഓക്കെ ആണ്? 300 വന്ന വഴി മനസ്സിലായേ? അപ്പൊ ഈ ചോദ്യം നമുക്ക് ഒരു വട്ടം കൂടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വട്ടം കൂടെ ചെയ്യാം. ഒരു റഫ് പേപ്പർ എടുത്ത് നിങ്ങളും ചെയ്യാം കേട്ടോ. മക്കളെ, ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയായി, അതിന്റെ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും? മക്കളെ, ഗോളത്തിന്റെ ആരം 6 ആണെങ്കിൽ, ഗോളത്തിന്റെ ആരം 6 ആണെങ്കിൽ, ആരം എന്ന് പറഞ്ഞ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ ഉപരിതല വിസ്തീർണം
ടോട്ടൽ സർഫസ് ഏരിയ 4πr² ആണ്. ഗോളത്തിന്റെ ആരം 6 ആണ്, ഉപരിതല വിസ്തീർണം 4πr² ആണ്. ഇനി ഗോളത്തിന്റെ ആരം ഇരട്ടിയായി. 6 എന്ന് പറയുന്ന സാധനം മക്കളെ 2r ആയി. അപ്പൊ ഉപരിതല വിസ്തീർണത്തിന് എന്ത് സംഭവിക്കും? എവിടെ 6 ഉണ്ടോ അവിടെ 2r ആയി. അപ്പൊ 4πr² സ്ഥാനത്ത് 4 × π × 6 കാണുന്നിടത്ത് ഇവിടെ 6 കാണുന്നിടത്ത് 2r². ഇതിങ്ങനെ എഴുതാം. 4 × π × whole². മക്കളെ അകത്തു കൊടുക്കുമ്പോ 2ന്റെ സ്ക്വയർ 4 ഗുണ 6ന്റെ സ്ക്വയർ r². ഈ 4 വെളിയിലോട്ട് എഴുതിയ ഇങ്ങനെ എഴുതാം. 4 × 4πr² എന്ന് അതായത് 16πr² ആണ്. 4πr² 4 മടങ്ങ 16πr². അങ്ങനെ എഴുതാനും പറ്റും. ചിലർക്ക് അത് പെട്ടെന്ന് കണക്ട് ആവില്ല. അതുകൊണ്ടാ പറയുന്നത് 4 വെളിയിൽ എഴുതിയിട്ട് ബാക്കി എഴുതിയാൽ 4πr². എടാ പണ്ട് റേഡിയസ് 6 ആയിരുന്നപ്പോ 4πr² ആയിരുന്നു ഉപരിതല വിസ്തീർണം. ഇപ്പൊ റേഡിയസ് ഇരട്ടി 2r ആയപ്പോ 4 × 4πr² ആയി. പണ്ടുള്ളതിന്റെ 4 ഗുണമായി 4 മടങ്ങായി. അപ്പൊ മക്കളെ ഉറപ്പിച്ചോളുക, ഉപരിതല വിസ്തീർണം 4 മടങ്ങായി. എത്ര? 4 മടങ്ങ്. മക്കളെ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് മടങ്ങിലാണ്. മടങ്ങെന്ന് പറഞ്ഞാൽ മൊത്തം എന്ന് പറഞ്ഞാൽ മക്കളെ 100%. അപ്പൊ 4 മടങ്ങായി എന്ന് പറഞ്ഞാൽ അത് 400%. 3 മടങ്ങായിരുന്നെങ്കിൽ അത് 300%. മക്കളെ നമ്മുടെ കയ്യിലുള്ളത് മൊത്തം എപ്പോഴും 100 ആണ്. മൊത്തം ഉപരിതല വിസ്തീർണം എന്തോ ആയാലും മൊത്തം ശതമാനമാക്കിയാൽ 100. അത് ഇരട്ടിയായാൽ 200%. 3 മടങ്ങായാൽ 300%. ഇവിടെ മക്കളെ 4 മടങ്ങായി 400%. അപ്പൊ എത്ര മടങ്ങായി എന്നതായിരുന്നു ചോദ്യമെങ്കിൽ 400%. എത്ര മടങ്ങ് വർദ്ധിച്ചു എന്നതാണ് ചോദ്യം. മക്കളെ വർദ്ധിച്ചു എന്നതാണ് ചോദ്യമെങ്കിൽ ഉറപ്പിച്ചോളുക, ഇപ്പൊ 100 ആണ്, അത് 400%. എത്ര ശതമാനം വർദ്ധിച്ചു? 300% വർദ്ധിച്ചു. സെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഓക്കെ ആണ്. അപ്പൊ ഈ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. എന്നാലും ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പറ്റുന്നവർ എഴുതിയെടുക്കുക, വേണ്ടാത്തവർ വിട്ടേക്കുക. മക്കളെ ഗോളത്തിന്റെ ആരം ഇരട്ടിയായാൽ അതിന്റെ ഉപരിതല വിസ്തീർണം 2ന്റെ സ്ക്വയർ 4 മടങ്ങാവും. കാര്യം എന്താന്ന് ചോദിച്ചാൽ ആ ഇക്വേഷന്റെ അകത്തിൽ r² ആണ്. അപ്പൊ 2r ആകുമ്പോ അതിന്റെ സ്ക്വയർ 4. ഇനി ആരം 3 മടങ്ങായാൽ ഉപരിതല വിസ്തീർണം ടോട്ടൽ സർഫസ് ഏരിയ 3ന്റെ സ്ക്വയർ 9 മടങ്ങാവും. ഇനി ആരം 4 മടങ്ങായാൽ ഉപരിതല വിസ്തീർണം 4ന്റെ സ്ക്വയർ 16 മടങ്ങാവും. 16 മടങ്ങെന്ന് പറഞ്ഞാൽ 1600%. 9 മടങ്ങെന്ന് പറഞ്ഞാൽ 900%. 4 മടങ്ങെന്ന് പറഞ്ഞാൽ 400%. അതേപോലെ ഗോളത്തിന്റെ ആരം n മടങ്ങായാൽ അതിന്റെ ഉപരിതല വിസ്തീർണം n² മടങ്ങാവും. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ എവിടെങ്കിലും ഒക്കെ നമുക്കിത് കണക്ട് ആവും. ഗോളം 4πr², റേഡിയസിൽ r². ആരം ഉപരിതല വിസ്തീർണത്തിൽ r². ആരം ഇരട്ടിയായാൽ 2ന്റെ സ്ക്വയർ 4 മടങ്ങ്. ഇനി ആരം 3 മടങ്ങായാൽ 3ന്റെ സ്ക്വയർ 9 മടങ്ങ്. ആരം 4 മടങ്ങായാൽ 4ന്റെ സ്ക്വയർ 16 മടങ്ങ്. ആരം n മടങ്ങായാൽ n-ന്റെ സ്ക്വയർ മടങ്ങാവും ഉപരിതല വിസ്തീർണം. മടങ്ങിനെ പെർസെന്റേജ് ആക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, എളുപ്പം. അപ്പൊ നമ്മുടെ ചോദ്യം നമ്പർ 2ലേക്ക് കടക്കുകയാണ്. ഇതാണ് ചോദ്യം. ഈ പരീക്ഷ എഴുതിയ ആളെ അത്യാവശ്യം ഒന്ന് കുഴപ്പിച്ച ചോദ്യങ്ങളിൽ പെടുന്ന ഒരു ചോദ്യമാണിത്. ചിലപ്പോ ഈ ക്വസ്റ്റ്യനും കൊണ്ടിരുന്ന സമയം കളഞ്ഞ ആളുകൾ ഒരുപാട് പേരുണ്ടാവും. ഒരു കോഡ് ഭാഷയിൽ ബോയ് എന്നതിനെ കേട്ടോണം
ബോയ് എന്നതിനെ 7 എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഒരു കോഡ് ഭാഷയുണ്ട്. ആ കോഡ് ഭാഷയിൽ ബോയ് എന്നതിനെ 7 എന്ന് എഴുതിയേക്കുന്നു. ബോയിയെ നമുക്ക് എങ്ങനെ 7 ആക്കാം? അതായത് ബോയ് എന്ന് പറയുന്ന ആളെ ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? പറ. ബോയിയുടെ ഡയറക്റ്റായിട്ട് കോഡ് എടുക്കുമ്പോൾ, അക്ഷരങ്ങളിൽ കോഡ് എടുക്കുമ്പോൾ ബിയുടെ കോഡ് 2ഉം ഒയുടെ കോഡ് 15ഉം വൈയുടെ കോഡ് 25ഉമാണ്. കാര്യം നമ്മൾ അക്ഷരങ്ങളൊന്ന് എഴുതി നോക്കാം. അങ്ങോട്ട് എഴുതി പോകുമ്പോൾ ബി 2ാമത്തെ ആളാണ്, ഒ 15ാമത്തെ ആളാണ്, വൈ 25ാമത്തെ ആളാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 42 എന്ന് കിട്ടും. ഈ 42നെ ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കുമ്പോൾ 6 എന്ന് കിട്ടും. എങ്ങനെ സിംഗിൾ ഡിജിറ്റ് ആക്കുന്നത്? എങ്ങനെ? നമ്മൾ ഈ വണ്ടിയുടെ ഒക്കെ നമ്പർ പണ്ട് സിംഗിൾ ഡിജിറ്റ് ആക്കാറുണ്ട്, ഭാഗ്യമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. പലരും ചെയ്യാറുള്ള കാര്യം. ചെറിയ കാലത്ത് നമ്മൾ ഈ പറയുന്ന പോലെ 10ാം ക്ലാസ്സിന്റെ ഒക്കെ ഹോൾ ടിക്കറ്റ് നമ്പർ ഒക്കെ സിംഗിൾ ഡിജിറ്റ് കിട്ടിയ ഏതൊക്കെ ആവും എന്നൊക്കെ നോക്കുന്ന ആളുകളുണ്ട്. അതേപോലെ 42നെ ഒരു സിംഗിൾ ഡിജിറ്റ് കൊണ്ടുവന്നപ്പോൾ 4ഉം 2ഉം 6. ആ 6ന്റെ കൂടെ 1 കൂട്ടിയാൽ 7 കിട്ടും. കണ്ടോ? അപ്പൊ കുറച്ച് പേര് ചിന്തിക്കും, ഇങ്ങനൊക്കെ പറ്റുവോടാ? എല്ലാവർക്കും പരീക്ഷ ഹോളി അങ്ങനെ ചിന്തിക്കാൻ പറ്റണമെന്നില്ല, ഒബ്വിയസ്ലി. അപ്പൊ ഒന്നുകൂടെ വേറെ എങ്ങനെ 7ലേക്ക് എത്തിക്കാം എന്നൊരു കൺസെപ്റ്റിലേക്ക് മാറുമ്പോഴാണ് ഈ ഒരു രീതി കിട്ടുന്നത്. ബി 2, ഒ 15, വൈ 25 കൂട്ടുമ്പോൾ 42. 42ൽ 4ഉം 2ഉം 6. ആ 6ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 7. അതായത് ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കി ആ സിംഗിൾ ഡിജിറ്റിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് ഈ കോഡ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് വുമൺ ഒന്ന് നോക്കാം. WOMAN. മക്കളെ, ഡബ്ല്യുവിന്റെ കോഡ് 23, ഒയുടെ കോഡ് 15, എമ്മിന്റെ കോഡ് 13, എയുടെ കോഡ് 1, എന്നിന്റെ കോഡ് 14. ഓക്കെ. അപ്പോ 23ഉം 15ഉം 38, 38ഉം 13ഉം 51, 51ഉം 1ഉം 52, 52ഉം 14ഉം 66. 66നെ ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കിയ 66നെ ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കിയ 6ഉം 6ഉം 12. വീണ്ടും സിംഗിൾ ഡിജിറ്റ് ആയില്ല. 12നെ വീണ്ടും ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കിയ 3. ആ 3ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 4. കണ്ടോ? ഇത് എഴുതുമ്പോഴേ നമുക്ക് മനസ്സിലായി വുമൺ എന്ന് പറയുന്ന ആൾ ഒരിക്കലും അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ 65 എഴുതിയേക്കുന്നത്, സിംഗിൾ ഡിജിറ്റ് അങ്ങനെ വരത്തില്ല. ഒന്നുകൂടെ ഇതെല്ലോടെ കൂട്ടുമ്പോൾ 66. 66ന്റെ അകത്തിലോ 6ഉം 6ഉം 12. 12നെ വീണ്ടും സിംഗിൾ ഡിജിറ്റ് ആക്കിയാൽ 1ഉം 2ഉം 3. ആ 3ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 4. എന്തായാലും ഈ പറഞ്ഞ പോലെ വുമൺ കിട്ടത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗോഡിനെ അങ്ങനെ എഴുതാമോ? ഗോഡിനെ മക്കളെ, ജിയുടെ കോഡ് 7, ഒയുടെ കോഡ് 15, ഡിയുടെ കോഡ് 4. ഇതെല്ലോടെ കൂട്ടുമ്പോൾ 26. 26നെ ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കുമ്പോ 8. ആ സിംഗിൾ ഡിജിറ്റിന്റെ കൂടെ 1 കൂട്ടിയാൽ 9. അപ്പൊ ഗോഡിനെ നമുക്ക് 9 എന്നെഴുതാം. ഗോഡിന്റെ കോഡ് 9 കണ്ട. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ ഗോഡിനെ എങ്ങനെയാ എഴുതിയേ? ഗോഡിന്റെ അക്ഷരങ്ങളുടെ കോഡുകൾ എഴുതുക. ജി 7ാമത്തെ ആള്, ഒ 15ാമത്തെ ആള്, ഡി 4ാമത്തെ ആള്. ഇതെല്ലോടെ കൂട്ടുമ്പോൾ 26 കിട്ടും. 26നെ ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുവന്ന 2ഉം 6ഉം 8. ആ സിംഗിൾ ഡിജിറ്റിന്റെ കൂടെ 1 കൂട്ടുമ്പോ 9. അപ്പൊ അത് ശരിയായിട്ട് വന്നു. അപ്പൊ നമുക്ക് പറയാൻ കഴിയും 1 തെറ്റും 2 ശരിയുമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 തെറ്റും 2 ശരിയുമാണ്. ഓക്കെ ആണ്. മുമ്പോട്ട് പോവാവേ. സംഭവം ഐഡിയ കിട്ടിയ മനസ്സിലായേ?
ചോദ്യം 3ലേക്ക് പോകുന്നു. 0.04 ദ ഹോൾ റൈസ് ടു -1.5 വില എത്ര എന്നതാണ് ചോദ്യം. അപ്പോ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ചോദ്യം. നോക്കിക്കോണേ, 0.04 ദ ഹോൾ റൈസ് ടു -1.5 വില. നമുക്കാദ്യം ഈ അകത്ത് കിടക്കുന്നവന്റെ പോയിന്റ് അങ്ങ് മാറ്റാം. ഈ പോയിന്റ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അസ്വസ്ഥതയാണ്. നമുക്ക് ആ പോയിന്റ് അങ്ങോട്ട് മാറ്റാം. എങ്ങനെ മാറ്റാൻ പറ്റും? 0.04 നമ്മൾ 4/100 എന്നെഴുതി ദ ഹോൾ റൈസ് ടു -1.5. അതെങ്ങനെയാ മക്കളെ? കാര്യം 0.04 ഡെസിമൽസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യയാക്കി മാറ്റാൻ 4 പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമായതുകൊണ്ട് 100, പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമായിരുന്നെങ്കിൽ 1000, പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനമായിരുന്നെ 10. ഇവിടെ 0.04 ആത്തി 4 പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമായതുകൊണ്ട് മക്കളെ 100. ഓക്കെ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? വേണമെങ്കിൽ 400 വെട്ടാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഈ 400 വെട്ടാം. അല്ലെങ്കിൽ ഈ പവറിലെ നെഗറ്റീവ് മാറ്റാൻ ഈ അകത്ത് കിടക്കുന്ന ആളെ അങ്ങ് തിരിച്ചെഴുതി 100/4 ദ ഹോൾ റൈസ് ടു 1.5. കാര്യം പവറിലെ നെഗറ്റീവ് മാറ്റാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, താഴെയുള്ളവരെ മേളിലും മേളിലുള്ളവരെ താഴെയും ഭിന്നസംഖ്യയാണ് തിരിച്ചുമിട്ടാ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പവറിലെ മൈനസ് മാറ്റാനായിട്ട് കുമാരെ തിരിച്ചിട്ടു, 4ഉം 100ഉം തിരിച്ചു. അപ്പൊ -1.5 മാറി ഇപ്പൊ വെറും 1.5 ആയി, വെറും പൊന്നപ്പനായി മാറി. ഈ 4ഉം 100 വെട്ടിയ 25 ദ ഹോൾ റൈസ് ടു 1.5 എന്ന് എഴുതി. ഇനി 25 എന്ന് പറയുന്ന സാധനം നമുക്കെല്ലാവർക്കും അറിയാം 5ന്റെ സ്ക്വയർ ആണ്. 5ന്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1.5 എന്നായി. മക്കളെ നമുക്കറിയാം a റൈസ് ടു m ദ ഹോൾ റൈസ് ടു n എന്ന് പറയുന്നത് a റൈസ് ടു m ഇൻറ്റു n ആണ്. ഒരു പവറിന് പവറായി വന്നാൽ പവറുകൾ തമ്മിൽ അങ്ങോട്ട് ഗുണിക്കുക. ഈ 1.5 2 ഗുണിച്ചാൽ 5 റൈസ് ടു 3 എന്ന് കിട്ടും. കാര്യം 15 ഗുണം 2 30. 1.5 ഒരു പോയിന്റ് ഉണ്ടായതുകൊണ്ട് 3.0 3 വരും. 5 റൈസ് ടു 3 വില നമുക്ക് പറയാം 125. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഒരു വട്ടം കൂടെ പെട്ടെന്ന് പിടിക്കാം. പറ. 0.04 ഞാൻ എങ്ങനെ എഴുതി? 4/100 എന്ന് എഴുതി. ദ ഹോൾ റൈസ് ടു -1.5. ചില കുഞ്ഞുങ്ങൾ എന്തെന്നറിയാവോ? 4/100 ഓൾറെഡി വെട്ടി 1/25 എന്ന് എഴുതും. ഒരു 4 25 റൈസ് ടു -1.5. എന്നിട്ട് 25 മേളിൽ കൊണ്ടുവന്ന 25 റൈസ് ടു 1.5 ഇങ്ങനെ എഴുതും. അതിനകത്ത് തെറ്റൊന്നുമില്ല, ഞാൻ വെട്ടാതെ തിരിച്ചിട്ടെന്നേ ഉള്ളൂ. ഇനി ഈ പവറിലെ നെഗറ്റീവ് മാറ്റാൻ മക്കളെ -1.5 പവറിലെ നെഗറ്റീവ് മാറ്റാൻ ഈ അകത്ത് കിടക്കുന്നവരെ തിരിച്ചിട്ടാ മതി. 100/4 ദ ഹോൾ റൈസ് ടു 1.5. മക്കളെ 100ഉം 4ഉം ഹരിക്കുമ്പോ 25 ദ ഹോൾ റൈസ് ടു 1.5. 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. ദ ഹോൾ റൈസ് ടു 1.5. ഈ പവറുകൾ തമ്മിൽ ഗുണിച്ചാൽ 2ഉം 1.5 കൂടെ ഗുണിച്ച 3 5ന്റെ ക്യൂബാണ്. 5ന്റെ ക്യൂബ് നമുക്ക് എല്ലാവർക്കും അറിയാടാ കുഞ്ഞുങ്ങളെ 125 ആണ്. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. സെറ്റ്. മുമ്പോട്ട് വാ. സിമ്പിൾ അല്ലേ? ഇത് വലിയ കുഴപ്പമില്ലാത്ത ചോദ്യം. അടുത്തത് ഒറ്റയാൻ ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ കണ്ടാലേ അറിയാം കുറെ സംഖ്യകൾ തന്നിട്ടുണ്ട്.
എന്തായാലും കുറെ സംഖ്യകൾ തരുമ്പോൾ ഇതെന്തായാലും ക്യൂബോ സ്ക്വയറോ പ്രൈം നമ്പറോ ഒക്കെ ആണോ എന്ന് നോക്കണം. എന്തായാലും അവരല്ല. ആലോചിച്ച് നോക്കി, 56 72 ക്യൂബും സ്ക്വയറും ഒന്നും അല്ല. ഇനി ഇരട്ട സംഖ്യകൾ വന്ന സ്ഥിതിക്ക് എന്തായാലും പ്രൈം നമ്പറും അല്ല. മക്കളെ നോക്കുക 56, മക്കളെ നോക്കുക 72, മക്കളെ നോക്കുക 90, 110, 132, 150. ഇതിൻ്റെ അകത്തു നിന്ന് ഒറ്റയാനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? രണ്ട് രീതിയിൽ ഞാൻ പറയാം എനിക്ക് തോന്നിയ കാര്യം. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമന്റ് ചെയ്യാം. 56 എന്ന് പറയുന്നത് 7 ഗുണം 8 ആണ്. 72 എന്ന് പറയുന്നത് 8 ഗുണം 9 ആണ്. 90 എന്ന് പറയുന്നത് 9 ഗുണം 10 ആണ്. 110 ഗുണം എന്ന് പറയുന്നത് 10 ഗുണം 11 ആണ്. 132 എന്ന് പറയുന്നത് 11 ഗുണം 12 ആണ്. അപ്പൊ സ്വാഭാവികമായും അടുത്തത് ഇവിടെ വരേണ്ടത് 12 ഗുണം 13 156 ആണ് ഇവിടെ വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നത് 150 ആണ്. അപ്പൊ ഈ കൂട്ടത്തിലെ ഒറ്റയാൻ ആരാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി. എങ്ങനെ വന്നു? ആദ്യം 7 ഗുണം 8, ആ 8 തുടങ്ങി 8 ഗുണം 9, ആ 9 തുടങ്ങി 9 ഗുണം 10, ആ 10 തുടങ്ങി 10 ഗുണം 11, 11 ഗുണം 12, 12 ഗുണം 13, അടുത്ത വരണ്ട 156. പക്ഷെ അവിടെ 150 എഴുതിയേക്കുന്നേ. അപ്പൊ കൂട്ടത്തിൽ ഇവരോട് ചേരാത്തത് 150 ആണ്. ഇനി ചില ആളുകൾ ഇങ്ങനെയൊന്നും എടുക്കാതെ ഇതിനെ ഒരു സീരിയസ് ആയിട്ട് എടുത്ത ആളുകളുമുണ്ട്. അതിലും തെറ്റൊന്നുമില്ല, 100%. അതായത് നോക്കിക്കോണേ, ഇതൊരു ശ്രേണിയായി പരിഗണിച്ചാൽ 56 72 ആവാൻ 16 കൂടി, 72 90 ആവാൻ 18 കൂടി, 90 110 ആവാൻ 20 കൂടി, 110 132 ആവാൻ 22 കൂടി. കണ്ടോ? 16 കൂടി, 18 കൂടി, 20 കൂടി, 22 കൂടി, 16 18 20 22. അപ്പൊ സ്വാഭാവികമായും അടുത്തത് 24 കൂടി 156 ഇവിടെ വരും. പക്ഷെ 150 വന്നേ. അപ്പൊ കൂട്ടത്തിൽ പെടാത്തവൻ ഇങ്ങനെ ചിന്തിച്ചാലും അത് 150 ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ ആണ്? ഐഡിയ കിട്ടിയേ? അടുത്ത ചോദ്യം ഇതാ. കുഞ്ഞുങ്ങളെ, ഈ പരീക്ഷയ്ക്ക് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ സ്കിപ്പ് ചെയ്ത 2 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതായിരിക്കും. മനസ്സിലായി? ചെയ്യാൻ അറിയാതെ. ഇപ്പൊ കോഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആ പരീക്ഷ ഹോളിരുന്ന് ഐഡിയ കിട്ടാത്തവരാവാം. പക്ഷെ ഇച്ചിരി ടൈറ്റ് ആണ് എന്ന് തോന്നി ചെയ്ത് വിട്ട് കളഞ്ഞ ചോദ്യങ്ങളിൽ ഒന്നൊരു പക്ഷേ ഇതായിരിക്കും. നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക. എനിക്ക് പറയാൻ പറ്റുന്നതിൻ്റെ അത്ര എക്സ്പ്ലനേഷൻ ഞാൻ തരാം, ശ്രദ്ധിക്കുക. ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഐഡന്റിറ്റി ഞാനൊന്ന് പറയട്ടെ. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സർവ്വസമവാക്യം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് കുറെ കാര്യങ്ങൾ. a+b+c² അറിയാമെങ്കിൽ ചുമ്മാത് എന്നെ കാണുന്നവർ മനസ്സിൽ പറഞ്ഞേ. a+b² അറിയാം. അതല്ലാതെ a+b+c² എന്ന് പറഞ്ഞാൽ a² പ്ലസ് b² പ്ലസ് c² പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac. ഒന്നുകൂടെ a² പ്ലസ് b² പ്ലസ് c² പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac. ഒന്നുകൂടെ a² പ്ലസ് 2ab പ്ലസ് a² പ്ലസ് b² പ്ലസ് c² പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac. 2 കോമൺ എടുക്കാം. a² പ്ലസ് b² പ്ലസ് c² പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac. മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാം. എല്ലാവർക്കും സ്ക്വയർ. പിന്നെ 2 കൊടുത്തു ab, 2 കൊടുത്തു bc, 2 കൊടുത്തു ac. അപ്പൊ നമുക്ക് ഒരു വട്ടം കൂടെ എഴുതാം. നിങ്ങളും എഴുതൂ എന്റെ ഒപ്പം. പറ. a+b+c² എന്ന് പറയുന്നത് പറ. a² പ്ലസ് b² പ്ലസ് c² പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ്
2ac 2ab plus 2bc plus 2ac സെറ്റ്. മുമ്പോട്ട് വാ. അപ്പൊ ഇതിലേക്ക് വാ, ശ്രമയോടെ കേൾക്കണം മുഴുവൻ കേട്ടോ. അപ്പൊ എ ബി സിയുടെ ശരാശരി എം ആണ്. കൂടാതെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈക്വൽ ടു 0 ആയാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറുടെ ശരാശരി എത്ര? കണ്ടാൽ തന്നെ അറിയാം. ഒന്നുകൂടെ, 3 പേരുണ്ട് എ ബി സി, അവരുടെ ശരാശരി എം ആണ്. പിന്നെ എ ബിയുടെയും ബി സിയുടെയും സി എയുടെയും വില നമ്മളോട് പറയുന്നുണ്ട് 0 ആണ്. അങ്ങനെയാണ് എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിന്റെ ശരാശരി കാണാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇവരാദ്യത്തെ സെന്റൻസിൽ എന്തു പറഞ്ഞു ആ സെന്റൻസിൽ നിന്ന് നമുക്ക് പിടിച്ചു കയറാം. ഓക്കെ, എ ബി സിയുടെ ശരാശരി എം. അപ്പൊ ശരാശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം തുക ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പൊ എ ബി സിയുടെ തുക ബൈ എ ബി സിയുടെ എണ്ണം ചെയ്യുമ്പോ ശരാശരി കിട്ടും. അപ്പൊ എ ബി സിയുടെ ശരാശരി എം എന്ന് പറഞ്ഞാൽ പറ, എ പ്ലസ് ബി പ്ലസ് സി. ഇതാണ് എ ബി സിയുടെ തുക. എ ബി സി എന്ന് പറയുമ്പോ 3 പേരാ, അവരുടെ എണ്ണം 3. ഇതാണ് ഇവരുടെ ശരാശരി. ഈ ശരാശരി നമ്മളോട് പറയുന്നു എം. ഒരു വട്ടം കൂടെ, എ ബി സിയുടെ ശരാശരി എം. അപ്പൊ എ ബി സിയുടെ തുക എ പ്ലസ് ബി പ്ലസ് സി. ഇതാണ് എ ബി സിയുടെ തുക. മക്കളെ, എ ബി സിയുടെ എണ്ണം 3, കാര്യം 3 പേരാ. ഇത് തുക ഡിവൈഡഡ് ബൈ എണ്ണം. ഇതാണ് എ ബി സിയുടെ ശരാശരി. ഈ ശരാശരി നമ്മളോട് പറയുന്നു എം. അങ്ങനെയാണ് ഇതൊന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 3m ആണ്. ക്രോസ് ചെയ്ത അല്ലെ, ഇവിടെ വരെ ഓക്കെയാണ്. എ ബി സിയുടെ തുക, എ ബി സിയുടെ ശരാശരി എം. എ ബി സിയുടെ തുക എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി. എ ബി സിയുടെ എണ്ണം എന്ന് പറയുന്നത് 3. തുക ബൈ എണ്ണമാണ് ശരാശരി. അത് നമ്മളോട് പറയുന്നു എം. അത് ക്രോസ് ചെയ്താൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന 3m. ഈ എ ബിയും ബി സിയും സി എയും ഒക്കെ തരുമ്പോൾ ഓർത്തോണം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറും ഉണ്ട്, എ ബിയും ബി സിയും സി എയും ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു ഐഡന്റിറ്റിയേ ഉള്ളൂ, എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് മുമ്പോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ 2 സൈഡിലും സ്ക്വയർ ചെയ്യണം. ആ സ്ക്വയർ ചെയ്യുന്ന ഐഡിയ എവിടുന്ന് വരണമെന്ന് ചോദിച്ചാൽ എ ബി ബി സി സി എ, അതാ ഇക്വേഷൻ്റെ അകത്തുള്ളതാണ്. 2ab 2bc 2ca. എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ അതും ആ ഇക്വേഷൻ്റെ അകത്തുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ 2 സൈഡും സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോൾ ഒരിടത്ത് മാത്രം ചെയ്യാൻ പറ്റത്തില്ല, 2 ചെയ്യണം. കാര്യം നമുക്കിപ്പോൾ 2 മക്കളുണ്ട്, ഇവിടെ 2 പേരുണ്ട്. ഒരിടത്ത് മാത്രം പരിപ്പോട വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കൊടുക്കുവാണെങ്കിൽ 2 മക്കൾക്കും ഒരുപോലെ കൊടുക്കണം. ഇവന് സ്ക്വയർ ചെയ്യുവാണ്, അവനും ചെയ്യണം. ഓക്കെ, അതങ്ങനെയാ. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac ആണ് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. അവരുടെ വില 3, അപ്പുറത്ത് 3m ദ ഹോൾ സ്ക്വയർ. 3m സ്ക്വയർ കൊടുക്കണം, ഹോൾ സ്ക്വയർ. അപ്പൊ 3നും കൊടുക്കണം, m-നും കൊടുക്കണം. 3ന്റെ സ്ക്വയർ 9, m-ന്റെ സ്ക്വയർ m സ്ക്വയർ, 9m സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടുന്നും 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 നമുക്ക് ഒരു 2 കോമൺ എടുക്കാം. അപ്പൊ ഒന്നെടുത്തേ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 കോമൺ എടുത്ത ബാക്കി കണ്ട് ഇത്ര ഇടത്തുനിന്ന് 2 കോമൺ എടുത്ത ബാക്കി എന്തുണ്ട്? ഇവിടുന്ന് 2 കോമൺ എടുത്ത എ ബി പ്ലസ്, ഇവിടുന്ന് 2 കോമൺ എടുത്ത ബി സി പ്ലസ്, ഇവിടുന്ന് 2 കോമൺ എടുത്ത എ സി ഈക്വൽ ടു 9m സ്ക്വയർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറയുന്നുണ്ട് എ ബിയും ബി സിയും എ സിയുടെ കൂട്ടിയ 0 ആണ്. നോക്ക്,
എ ബി ബി സി സി എ എന്ന് പറഞ്ഞാൽ എ സി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ആലോചിച്ചോ, 3 ഗുണം 4 12, 4 ഗുണം 3 12. അപ്പൊ ഇത് 0 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് 0 എന്ന് എഴുതാം. അപ്പൊ 2 ഗുണം ഇത്രയും പോർഷൻ 0യാ. അപ്പൊ ഇത്രയും പോർഷൻ 0 ആണ്. 2 കൊണ്ട് ഗുണിച്ചാലും 0യാ. 2 കൊണ്ടെന്നല്ല, ലോകത്ത് ഏതൊരു സംഖ്യ ഗുണിച്ചാലും അത് 0 കൊണ്ട് ഗുണിച്ചാൽ 0യാ. അപ്പൊ 2 ഗുണം 0 എന്ന് പറഞ്ഞാൽ 0യാണ്. അപ്പൊ ഇത്രയും പോർഷൻ ഇനി നമുക്ക് നോക്കണ്ട, അത്രയും പോർഷൻ 0 വന്നു. എന്തുകൊണ്ടാ? എ ബി ബി സി സി എ 0. അപ്പൊ ഈ സാധനം 2 ഗുണം 0 എന്ന് പറഞ്ഞാൽ 0 ആയി. നീ ബാക്കി നോക്കിയാൽ മതി. അപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടി? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു 9m സ്ക്വയർ. ഇതിന്റെ അർത്ഥം എന്തുവാ? എ സ്ക്വയറും ബി സ്ക്വയറും സി സ്ക്വയറും കൂടെ കൂട്ടുമ്പോ മക്കളെ 9m സ്ക്വയർ എന്ന് കിട്ടും. എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ കൂടെ കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോ 9m സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മുടെ ചോദ്യം എന്തുവാ? എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിന്റെ ശരാശരി. ഇങ്ങോട്ട് നോക്കണേ. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. ഇവിടോട്ട് നോക്ക്. അപ്പൊ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിന്റെ ശരാശരി എന്ന് പറയുമ്പോ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിന്റെ തുക, എ സ്ക്വയറും ബി സ്ക്വയറും സി സ്ക്വയറും കൂടെ കൂട്ടുന്നത് തുക നമ്മൾ കണ്ടുപിടിച്ചു 9m സ്ക്വയർ ബൈ അവരുടെ എണ്ണം. എണ്ണം എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഉണ്ട്, ബി സ്ക്വയർ ഉണ്ട്, സി സ്ക്വയർ ഉണ്ട്. 3 പേരാ, എണ്ണം 3. 9m സ്ക്വയറിനെ 3 കൊണ്ട് ഭാഗിച്ചാൽ 9 3 പോയി. ബാക്കി നമുക്ക് പറയാം 3m സ്ക്വയർ ആണ് ഉത്തരം. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. കുറെ പേരുടെ മനസ്സിൽ ഇപ്പൊ ഒരു മഴ പെയ്ത് തോന്നുപോലുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ഒരു വട്ടം കൂടെ പറയും എനിക്ക് പറ്റുന്ന പോലെ. എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു റൗണ്ട് കൂടെ ചെയ്ത് നോക്കണം. കാര്യം വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. ഇനി വന്നാൽ ഇത് തെറ്റിക്കരുത്. എ ബി സിയുടെ ശരാശരി m ആണ്. അപ്പോഴേ മനസ്സിലോർക്കണം, എ ബി സി എന്ന് പറഞ്ഞാൽ 3 പേര്, അവരുടെ ശരാശരി m. അപ്പൊ ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എയും ബിയും സിയും കൂടെ കൂട്ടുന്നതാണ് തുക. ആ തുകയെ എണ്ണമായ 3 കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി. എ ബി സിയുടെ തുക എ പ്ലസ് ബി പ്ലസ് സി, അവരുടെ എണ്ണം 3, അതാണ് ശരാശരി. ഈ ശരാശരി പറയുന്നു m. ഇത് ക്രോസ് ചെയ്താൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് മക്കളെ 3m. ഇനി എ ബിയും ബി സിയും സി എയും ഇവിടെ വന്ന സ്ഥിതിക്ക് എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ വേറൊരു ടേമായിട്ട് ഇവിടെ കിടക്കുന്ന സ്ഥിതിക്ക് ഉറപ്പിച്ചോണം ഇത് അവരുടെ സ്ക്വയർ എടുത്ത 3 പേരുടെ. അപ്പൊ നമ്മൾ 2 സൈഡിലും സ്ക്വയർ എടുത്തു. അപ്പൊ ഈ സാധനം എ സ്ക്വയർ പ്ലസ് സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെ ചെയ്യണം ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ac അല്ലെ സി എ ഈക്വൽ ടു 3ന്റെ സ്ക്വയർ 9, എമ്മിന്റെ സ്ക്വയർ 9m സ്ക്വയർ. ഇത്രയും ഇടത്തുനിന്ന് 2 കോമൺ എടുത്ത എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 കോമൺ എടുത്ത ഇത് എ ബി, ഇത് പ്ലസ് ബി സി, ഇത് പ്ലസ് എ സി ഈക്വൽ ടു 9m സ്ക്വയർ. മക്കളെ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ അല്ലെ എ സി എന്ന് പറയുന്നത് 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നു. എ ബി ബി സി സി എ. അപ്പൊ ഇത് 0. 2 ഗുണം 0, 2 ഗുണം 0 ആയി. ഈ 2 ഗുണം 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പൊ ഇത്രയും പോർഷൻ 0 ആയി മാറി. ബാക്കി എന്തോ ഉണ്ട്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് 9m സ്ക്വയർ. മക്കളെ ഇതിന്റെ അർത്ഥം എന്തുവാ? എ സ്ക്വയറും ബി സ്ക്വയറും സി സ്ക്വയറും കൂടെ കൂട്ടുന്നത്, അതായത് എ സ്ക്വയറിന്റെയും ബി സ്ക്വയറിന്റെയും
സി സ്ക്വയറിന്റെയും തുക എന്ന് പറയുന്നത് 9m² ആണ്. മൈൻഡിൽ ഉണ്ടാവട്ടെ. ഇനി എന്താ പറയുന്നത്? എ സ്ക്വയർ, ബി സ്ക്വയർ, സി സ്ക്വയറിന്റെ ശരാശരി. ഈ 3 പേരുടെ ശരാശരി വേണം. ശരാശരി കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം തുക ഡിവൈഡഡ് ബൈ എണ്ണം. എ സ്ക്വയർ, ബി സ്ക്വയർ, സി സ്ക്വയറിന്റെ തുക നമ്മൾ കണ്ടെത്തി 9m². എ സ്ക്വയർ, ബി സ്ക്വയർ, സി സ്ക്വയർ അവരുടെ എണ്ണം നമുക്കറിയാം 3. 9m² 3 കൊണ്ട് ഭാഗിക്കുമ്പോ നമുക്ക് പറയാം 3m² ആണ് അവരുടെ ശരാശരി. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. പെർഫെക്റ്റ്. മുമ്പോട്ട് വാ. ഒരു കാര്യം കൂടെ പറയട്ടെ മക്കളെ, ഈ കഴിഞ്ഞ പുതിയ പരീക്ഷാ രീതി വന്നതിന് ശേഷം +2 ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, പുതിയ പ്രിലിംസ് മെയിൻസ്, ഒരിടയ്ക്ക് പ്രിലിംസ് മെയിൻസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിന്റെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റീസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അവിടെ മസ്റ്റാണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കാണാം. നിങ്ങൾക്ക് ഈ പറയുന്ന സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് നോക്കും. നിങ്ങൾക്ക് 2021 മുതലുള്ള +2 ലെവൽ ഫോഴ്സിന്റെ എക്സാമുകൾ എടുത്തു നോക്ക്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഐഡന്റിറ്റീസ് പൊതുവെ 10th ലെവലിൽ വളരെ റയറായിട്ടാണ് കാണുന്നത്. വരും, പക്ഷെ ഇത്ര ഫ്രീക്വന്റ് ആയിട്ട് വന്നു കണ്ടില്ല. ഡിഗ്രി ലെവലിനും വന്നിട്ടുണ്ട്, പക്ഷെ സിലബസ് ആയിട്ട് ഈ 3 എനിക്ക് തോന്നുന്നു LP UP സിലബസിൽ മാത്രമേ സർവ്വസമവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ പൊതുവെ ആളുകൾ നോക്കാതെ പോകുന്ന ഒരു ടോപ്പിക്കാണ്. ശരിക്കും സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കീഴിൽ, അതുപോലെ തന്നെ SCERT പാഠപുസ്തകത്തിലൊക്കെ കിടക്കുന്ന അല്ലെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പൊ ഇനി +2ന്റെ പരീക്ഷ, ഇനി ഏറ്റവും ലാസ്റ്റിൽ പറഞ്ഞ കാര്യം, കഴിഞ്ഞ ഫയർമാന്റെ എക്സാമിന് ഒരു ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഐഡന്റിറ്റീസ് ഒന്ന് വൃത്തിയായിട്ട് നോക്കിയിട്ട് പോകണം. സിലബസിൽ ഇല്ല എന്ന് കരുതി ഒഴിവാക്കരുത്. പ്രത്യേകിച്ച് ഇനി പരീക്ഷ എഴുതാൻ പോകുന്നു ഐഡന്റിറ്റീസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ചെയ്യും. ഒരു 1-2 മാസത്തിനിടയിൽ വാക്കാണ്, ഐഡന്റിറ്റീസ് ഡീറ്റെയിൽ ആയിട്ട് വരും. എസ്പെഷ്യലി ഈ ഫോഴ്സിന്റെ പരീക്ഷ എഴുതുന്ന ഒരു പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോ. മിക്കവാറും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വേണ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്: ഒരു ദിവസത്തിൽ എത്ര തവണ ക്ലോക്കിന്റെ മണിക്കൂർ മിനിറ്റ് സൂചി നേർരേഖയിൽ വരും? ഇന്നത്തെ ചോദ്യ പേപ്പറിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലോക്ക് ഡീറ്റെയിൽ ആയി പഠിച്ചവർക്ക് ഒറ്റയടിക്ക് എഴുതാം 44. നേർരേഖയിൽ എത്ര പ്രാവശ്യം വരും എന്ന് ചോദിച്ചാൽ 44 ഉത്തരം. ഇംഗ്ലീഷിൽ സ്ട്രെയിറ്റ് ലൈനിൽ എത്ര പ്രാവശ്യം വരും എന്ന് ചോദിച്ചാൽ 44. ഇതിന്റെ കൂടെ കണക്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യം പറയട്ടെ. ക്ലോക്കിന്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര വട്ടം ഒന്നിക്കുമെന്ന് ചോദിച്ചാൽ 22. ഒന്നിക്കാന്ന് പറഞ്ഞാൽ ഈ 12 മണി പോലൊക്കെ ഇരിക്കുന്ന സാധനം, അല്ലെ 1:05 പോലൊക്കെ ഇരിക്കുന്ന സാധനം എത്ര വട്ടം ഒന്നിക്കും? 22. എത്ര വട്ടം എതിർദിശയിൽ വരും എന്ന് ചോദിച്ചാലും 22. എതിർദിശ എന്ന് പറഞ്ഞാൽ ഈ 6 മണിയുടെ ഒക്കെ സമയം കാണാറില്ലേ? 6 മണി ഇങ്ങനെ നേരെ ഇരിക്കും. വേറെണ്ണം പറഞ്ഞാൽ 12:30 ഇങ്ങനെ നേരെ ഇരിക്കും. അപ്പൊ എത്ര വട്ടം എതിർദിശയിൽ വരുമെന്ന് ചോദിച്ചാൽ 22. മക്കളെ, എത്ര വട്ടം നേർരേഖയിൽ വരുമെന്ന് ചോദിച്ചാൽ ഈ ഒന്നിക്കുന്നതും നേർരേഖയാണ്, എതിർദിശയും നേർരേഖയാണ്. 22ഉം 22 കൂടെ ചേർത്ത് 44. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ നേർരേഖ എന്ന് പറയുന്ന സാധനം ഇത്രയേ ഉള്ളൂ, നേരെ ഇരിക്കണം. ഇപ്പൊ 12 മണി എന്ന് പറയുന്ന സമയം ഒന്നിച്ചിരിക്കുക, പക്ഷെ 2 സൂചിയും നേരെയാ, കണ്ടോ? ഇനി 6 മണി എന്ന് പറയുന്ന സാധനം ഓപ്പോസിറ്റാ, എതിർദിശയാ, പക്ഷെ 2 സൂചിയും ഒരു ലൈനിലാ, നേരെയാ, കണ്ടോ? അപ്പൊ ഒന്നിക്കുന്നതും നേരെയാണ്, എതിർദിശയിൽ ഇരിക്കുന്നതും നേരെയാണ്. ഒന്നിക്കുന്നത് 22 ആണ്, എതിർദിശ 22 ആണ്. അങ്ങനെ നേർരേഖ മൊത്തം 22, 22, 44. ഓക്കെ, ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചോളാം. എത്ര വട്ടം ലംബമായി വരുമെന്ന് ചോദിച്ചാലും 44. മക്കളെ, നമ്മുടെ ക്ലോക്കിന്റെ പാർട്ട് 4 ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, ക്ലോക്കിന്റെ പാർട്ട് 4 ഇതൊക്കെ എങ്ങനെയാണ് നേർരേഖയിലാവുന്നത്, അതിന്റെ സമയം ഏതൊക്കെയാണ്,
എന്തുകൊണ്ടാണ് 22 വന്ന് 44 വന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പാർട്ട് 4-ൽ. നിങ്ങൾക്ക് സംശയമുള്ളവർക്കൊക്കെ പോയി നോക്കാവുന്നതാണ്, പ്രയോജനപ്പെടും. പാർട്ട് 4-ൽ ഒന്നിക്കുന്നത് എത്ര പ്രാവശ്യം? 22. എതിർദിശ 22, നേർരേഖ 22, ലംബമായി വരുന്നത് നേർരേഖ 44, ലംബമായി വരുന്നത് 44. മനസ്സിലോർക്കുക. അപ്പൊ എത്ര വട്ടം നേർരേഖയിൽ വരുമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ 44. കുഞ്ഞുങ്ങളെ, അടുത്ത ചോദ്യം. ഈ പരീക്ഷ എഴുതിയ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ തെറ്റാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. ചോദ്യം ഞാനൊന്ന് വായിക്കാം. 28 ദ ഹോൾ ക്യൂബ് പ്ലസ് -15 ദ ഹോൾ ക്യൂബ് പ്ലസ് -13 ദ ഹോൾ ക്യൂബിന്റെ വില എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പൊ ഇത് പെട്ടെന്ന് കാണുമ്പോൾ കുറച്ചു പേരെങ്കിലും 28ന്റെ ക്യൂബ് കണ്ടുപിടിക്കും. നല്ല സ്റ്റെപ്പുണ്ട്. 15ന്റെ ക്യൂബ് കണ്ടുപിടിക്കും. എന്നിട്ട് 13ന്റെ ക്യൂബ് കണ്ടുപിടിക്കും. എന്തായാലും 28ന്റെ ക്യൂബ് പോസിറ്റീവും 15ന്റെ ക്യൂബ് നെഗറ്റീവും 13ന്റെ ക്യൂബ് നെഗറ്റീവുമാണ്. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടും. PSC പരീക്ഷ കഴിയാനുള്ള എല്ലാ സാധ്യതയും ഇവിടെയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വരുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം, ഇതിൽ എന്തെങ്കിലും വഴി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരിക്കലും ഈ സാധനം ഇങ്ങനെയൊന്നും ഒരു പരീക്ഷാ ഹാളിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം ഈ ഒരു കണ്ടീഷൻ. മക്കളെ, എയും ബിയും സിയും കൂടെ കൂട്ടുന്നത് 0 ആണെങ്കിൽ, 3 സംഖ്യകളുണ്ട്, ആ 3 സംഖ്യകൾ കൂട്ടുന്നത് 0 വരുമെങ്കിൽ, ഒന്നുകൂടെ 3 സംഖ്യകളുണ്ട്, ആ 3 സംഖ്യകൾ കൂട്ടുന്നത് 0 വരുമെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് പറയുന്നത് 3 ഗുണം ABC ആണ്. ഒന്നുകൂടെ പറയുന്നു, 3 സംഖ്യകളുണ്ട്, ആ സംഖ്യകൾ കൂട്ടുമ്പോൾ 0 വരുമെങ്കിൽ എ ക്യൂബും ആ സംഖ്യയുടെ ക്യൂബുകൾ തമ്മിൽ കൂട്ടുന്നത് 3 ഗുണം അവരുടെ പ്രോഡക്റ്റ് ആയിരിക്കും, ABC ആണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് പറയുന്നത് 3 ഇൻറ്റു ABC ആണ്. ഒരു വട്ടം കൂടെ പറയാം. 3 സംഖ്യകളുണ്ട്, എ ബി സി. ആ എയും ബിയും സിയും കൂട്ടുമ്പോൾ 0 കിട്ടുമെങ്കിൽ, 3 സംഖ്യകൾ കൂട്ടുമ്പോൾ 0 കിട്ടുമെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് അവരുടെ ക്യൂബുകളുടെ തുക എന്ന് പറയുന്നത് 3 ഗുണം ABC ആയിരിക്കും. 3 ഗുണം ABC ആയിരിക്കും. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ ഇത്തരം ചോദ്യം, ഈ 3 ക്യൂബുകൾ എഴുതുന്ന മിക്കവാറും 3 ക്യൂബുകൾ കൂട്ടാൻ പറയുന്ന മിക്കവാറും എല്ലാ ചോദ്യത്തിലും ഈ ഒരു കണ്ടീഷൻ വലിയ പരീക്ഷകളിൽ പാലിക്കപ്പെടുന്നതായിട്ട് കാണും. ഇവിടെ 28ന്റെ നമുക്ക് എ എന്നും നോക്കിക്കോണം, -15നെ നമുക്ക് ബി എന്നും -13നെ നമുക്ക് സി എന്നും വിളിക്കാം. 28നെ എ എന്നും -15നെ സി എന്നും ബി എന്നും സി എന്നും വിളിക്കാം. അപ്പൊ ഇത് എ, ഇത് ബി, ഇത് സി. നിങ്ങൾക്ക് സംശയമുണ്ട്, എയും ബിയും സിയും കൂടെ ഒന്ന് കൂട്ടി നോക്കാം. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 28 പ്ലസ് -15 പ്ലസ് -13. 28ഉം 15ഉം കുറച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 13. 13ൽ നിന്ന് 13 പോയാൽ നമുക്കറിയാം 0. അപ്പൊ ഇത് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു, എടാ എയും ബിയും സിയുടെ കൂട്ടുമ്പോൾ 0 വരും. എ 28ആയിട്ടും ബി -15ആയിട്ടും സി -13ഉമായിട്ടും എടുത്താൽ എയും ബിയും കൂടെ സിയുടെ കൂട്ടുമ്പോൾ 0 വരും. എയും ബിയും സിയും കൂട്ടുമ്പോൾ 0 കിട്ടിയാൽ അടുത്ത എന്തുവാ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് പറയുന്നത് 3 ഗുണം ABC ആണ്. 3 ഗുണം ABC ആണ്. അപ്പൊ ഇവിടുത്തെ എ ക്യൂബ് 28ന്റെ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞ -15ന്റെ ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് പറഞ്ഞ
-13ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 3 ഗുണം ABC. എ എന്ന് പറഞ്ഞാൽ 28. കണ്ടോ, ഇതാ AQ + BQ + CQ. കണ്ടോ, 28 ഗുണം B എന്ന് പറയുന്നത് -15 ഗുണം C എന്ന് പറയുന്നത് -13. അതായത് അവരുടെ ക്യൂബുകളുടെ തുക കാണാൻ അവരെ തമ്മിൽ ഗുണിച്ച് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 ഗുണം ABC. 28ഉം -15ഉം -13 ഗുണിക്കാം. 28ഉം 2 മൈനസുകൾ എന്തായാലും പ്ലസ് ആവും, പോട്ട്. 28ഉം 15ഉം കൂടെ ഗുണിച്ച 28 ഗുണം 10 280, 5 120, സോറി 140, അങ്ങനെ 420 കിട്ടും. ഈ 420നെ 13ഉം കൊണ്ട് ഗുണിച്ചു നോക്ക്, 5460 എന്ന് വരും. സംശയമുണ്ട്? 28 ഗുണം 15 420, 15 ഗുണം 13 5460. ഞാൻ നേരത്തെ ഗുണിച്ചതാണ്. 2 മൈനസ് വരുവാണ്, അത് എന്തായാലും പ്ലസ്സാ. കാര്യം 2 മൈനസ് എന്തായാലും പ്ലസ്സാ. 3 മൈനസ് ആയതിന്. അപ്പൊ 3 ഗുണം 5460 ചെയ്തു നോക്കൂ. നമ്മുടെ ഉത്തരം 16380. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അപ്പൊ ഞാന് ഒരു വട്ടം കൂടെ ഇത് ചെയ്യാം. വളരെ വ്യത്യസ്തമായ, നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുന്ന ചോദ്യമായിരിക്കും. ഒരു വട്ടം കൂടെ എൻ്റെ ഒപ്പം നിങ്ങൾക്ക് പിടിക്കാം. വേഗം. ഇവിടെ 28നെ ഞാൻ എ എന്നും പറ, -15നെ ഞാൻ ബി എന്നും -13നെ ഞാൻ സി എന്നും വിളിക്കും. അപ്പൊ എ ഇത് ബി, ഇത് സി. അങ്ങനെയാണ് എയും ബിയും സിയും ഇങ്ങനെ ക്യൂബ് എടുക്കാൻ 3 സംഖ്യകളുടെ ക്യൂബുകളുടെ തുക വരുന്ന ചോദ്യം എപ്പോഴും വരുമ്പോ ശ്രദ്ധിച്ചോളുക. ഇവര് തമ്മി കൂട്ടുമ്പോ 0 വരുമോ? സംഖ്യകൾ തമ്മി എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോ 28 പ്ലസ് -15 പ്ലസ് -13 കൂട്ടുമ്പോ 0 വരും. ആലോചിച്ച് നോക്ക്. 28ന്ന് 15 പോയാ 13, 13 -13 0. മക്കളെ, റൂൾ ഓർത്ത് വെക്കുക. 3 സംഖ്യകൾ കൂട്ടുമ്പോ 0 വരുമെങ്കിൽ, എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോ 0 വരുമെങ്കിൽ, അവരുടെ ക്യൂബുകളുടെ തുക കാണാൻ 3 ഗുണം അവരെ തമ്മിൽ ഗുണിച്ചാ മതി. അവരുടെ ക്യൂബുകളുടെ തുക കാണാൻ അവര് തമ്മി കൂട്ടുമ്പോ 0 വരുമെങ്കിൽ, അവരുടെ ക്യൂബുകളുടെ തുക കാണാൻ 3 ഗുണം അവരെ തമ്മി ഗുണിക്കുക, അല്ലെ തമ്മി ഗുണിച്ച് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോ 0 വന്നു. 3 സംഖ്യകൾ തമ്മി കൂട്ടിയ 0. അങ്ങനാണ് അവരുടെ ക്യൂബുകളുടെ തുക കാണാൻ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് കാണാൻ 3 ഗുണം എ ഇൻറ്റു ബി ഇൻറ്റു സി, 3 ഗുണം എ ബി സി, 3 ഗുണം എ ബി സി. ഓക്കെ, നമുക്ക് കാണേണ്ടത് 28ന്റെ ക്യൂബ് പ്ലസ് -15ന്റെ ക്യൂബ് പ്ലസ് -13ന്റെ ക്യൂബാണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ ആണോ? അത് കാണാൻ ഈ കൂട്ടുമ്പം 0 വരുന്ന ഈ 3 സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് കാണേണ്ടത്. അത് കാണാൻ 3 ഗുണം ആ സംഖ്യകൾ 28 ഗുണം -15 ഗുണം -13, 28ഉം -15ഉം കൂടെ ഗുണിച്ച -420, -420ഉം -13 ഗുണിച്ച +5460, 3 ഗുണം 5460, 3 ഗുണം 5460 ചെയ്തു നോക്കൂ. 16380 ഉത്തരം. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. സെറ്റാണ്. മുമ്പോട്ട് പോകാം. പഠിച്ചോ? ഓക്കെ ആണ്. അപ്പൊ ഈ റൂള് നിങ്ങൾ മറക്കരുത്.
ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും പരീക്ഷാ ഹോളിൽ നിങ്ങളോട് 3 സംഖ്യകളുടെ ക്യൂബുകൾ തമ്മിൽ കൂട്ടാൻ പറയുകയാണ്, അത്യാവശ്യം വലിയ ക്യൂബ് സംഖ്യകളാണ്. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 0 വരുമോ? മിക്കവാറും ആയിരിക്കും. ഈ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 0 വന്നാൽ ലോട്ടറിയാണ്. അവരുടെ ക്യൂബുകളുടെ തുക എന്ന് പറയുന്നത് 3 ഗുണം ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു വെച്ചാ മതി. 3 ഗുണം ABC, 3 ഗുണം ABC. പഠിച്ചോ? 2 ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ കവർ ചെയ്ത്. സെറ്റാണ്. അടുത്ത ചോദ്യം ഇതാ. പാദം 4 സെന്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ 6 സെന്റിമീറ്റർ വീതമായാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. മക്കളെ, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ പാദം 4 എന്ന് പറഞ്ഞു. ഈ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അവരെ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയും. അതായത് 2 സൈഡ് തുല്യം, 2 ആംഗിൾ 2 സൈഡ്. അപ്പോ ഈ ഒരു സമപാർശ്വ ത്രികോണം ഇതാണെന്നിരിക്കട്ടെ, വെറുതെ വരയ്ക്കുവാണ്. അതിന്റെ പാദം 4. പാദം 4. ഒന്നുകൂടെ, ഒരു സമപാർശ്വ ത്രികോണം ഇതാണെന്നിരിക്കട്ടെ, അതിന്റെ പാദം 4, തുല്യവശങ്ങൾ 6. ഇതിന്റെ പരപ്പളവ് എത്ര എന്നതാണ് ചോദ്യം. ഈ ചോദ്യം മക്കളെ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഞാൻ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്ത് കാണിക്കാം, പിന്നെ അല്ലാതെ കട്ട് ചെയ്തും ചെയ്യുന്നവരുണ്ട്. മക്കളെ, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഏരിയ പരപ്പളവ് കാണാൻ b/4 ഇൻറ്റു റൂട്ട് ഓഫ് 4a² മൈനസ് b² ആണ്. ഒന്നൂടെ, b/4 ഇൻറ്റു റൂട്ട് ഓഫ് 4a² മൈനസ് b² ആണ്. b/4 ഇൻറ്റു റൂട്ട് ഓഫ് 4a² മൈനസ് b² ആണ്. ഇവിടുത്തെ b എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, ഇതാ ബേസ്. a എന്ന് പറഞ്ഞാൽ തുല്യമായ വശമാണ്. അപ്പൊ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഏരിയ കാണാൻ, പരപ്പളവ് കാണാൻ, വിസ്തീർണം കാണാൻ b/4 ഇൻറ്റു റൂട്ട് ഓഫ് 4a² മൈനസ് b². അപ്പൊ ഇവിടുത്തെ b എന്ന് പറയുന്നത് a, താഴത്തെ ബേസ് 4. a എന്ന് പറഞ്ഞാൽ തുല്യമായ വശം 6. അപ്പൊ b/4 4/4 ഇൻറ്റു റൂട്ട് ഓഫ് 4a². 4 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ 36 മൈനസ് b². b എന്ന് പറഞ്ഞാൽ 4, 4ന്റെ സ്ക്വയർ 16. ഈ 4 4 എന്തായാലും വെട്ടിപ്പോവും, കാര്യം 4/4 1. റൂട്ട് ഓഫ് 4 ഇൻറ്റു 36 144. 144 മൈനസ് 16. 144 നിന്ന് 16 പോയാൽ 128. 128ന്റെ റൂട്ടാണ് നമ്മുടെ ഉത്തരം. പല ആളുകൾ 128ന്റെ റൂട്ട് പല രീതിയിൽ ചെയ്യാറുണ്ട്. പ്രോപ്പർലി 128ന്റെ റൂട്ട് കാണാൻ 128നെ പ്രൈം നമ്പർ വെച്ച് ഫാക്ടറൈസ് ചെയ്യുക, 64. വീണ്ടും 2 വെച്ച് ചെയ്താൽ 32. വീണ്ടും 2 വെച്ച് ചെയ്താൽ 16. വീണ്ടും 2 വെച്ച് ചെയ്താൽ 8. വീണ്ടും 2 വെച്ച് ചെയ്താൽ 4. വീണ്ടും 2 വെച്ച് ചെയ്താൽ 2. വീണ്ടും 2 വെച്ച് ചെയ്താൽ 1. ഇതാണ് കുഞ്ഞുങ്ങളെ 128നെ ഫാക്ടറൈസ് പ്രൈം നമ്പർ വെച്ച് ഫാക്ടറൈസ് ചെയ്താൽ കിട്ടുന്നേ. അപ്പൊ നമുക്ക് എഴുതാൻ 2 ഗുണം 2 ഗുണം 2 ഗുണം 2 2 ഗുണം 2 വീണ്ടും 2 ഗുണം 2 ഗുണം 2. റൂട്ട് എടുക്കുമ്പോ 2 2ന് പകരം 1 2 വെളിയിൽ. റൂട്ട് എടുക്കുന്നത് എപ്പോഴും ഓർത്തോളുക, പ്രൈം നമ്പർ വെച്ച് ഫാക്ടറൈസ് ചെയ്യണം. എപ്പോഴും പ്രൈം അല്ലാതെ വേണേലും ചെയ്യാം, പ്രൈം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. റൂട്ടിന് വെളിയിൽ എടുക്കുമ്പോൾ ഒരു ജോഡിക്ക് പകരം ഒരാള്, 2 2ന് പകരം 1 2.
ഗുണം 2 2ന് പകരം 1 2 ഗുണം 2 2ന് പകരം 1 2. ഇനി 1 2 ഉള്ളൂ, അത് റൂട്ടിന്റെ അകത്ത്. 2 ഗുണം 2 ഗുണം 2 2 ഗുണം 2 4 8 റൂട്ട് 2 എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ നമ്മൾ 128ന്റെ റൂട്ട് എടുത്ത് 8 റൂട്ട് 2 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ഇവരുടെ പരപ്പളവ്. ഇനി അത്യാവശ്യം ചിന്തിക്കുന്ന കുഞ്ഞുങ്ങള് റൂട്ട് ഓഫ് 128നെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഗുണിതമായിട്ട് എഴുതും. മിക്കവാറും എളുപ്പത്തിൽ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുന്നത്. ഏറ്റവും വലിയ കൃത്യമായി റൂട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഖ്യയുടെ ഗുണിതമായിട്ട് എടുക്കും. 128 എന്ന് പറയുന്നത് 64 ഗുണം 2 ആണ്. 64ന്റെ റൂട്ട് നമുക്കറിയാം 8. 2ന് റൂട്ട് ഇല്ല, അതുകൊണ്ട് നമ്മൾ 8 റൂട്ട് 2 എന്ന് എഴുതും. ഒന്നുകൂടെ 64 ഗുണം 2 ആണ് 128. 8ന്റെ 64 റൂട്ട് 8, 2ന് റൂട്ടില്ല, 8 റൂട്ട് 2 എന്ന് പറയാം. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഓക്കെ ആണോ? ഒരു വട്ടം കൂടെ പെട്ടെന്ന് പറയും, നിങ്ങൾ എല്ലാവരും എന്റെ ഒപ്പം പിടിക്കും. ഓക്കെ ആണ്, മുമ്പോട്ട് പോവാം മക്കളെ. ഒരു സമപാർശ്വ ത്രികോണം, 2 വശം മാത്രം തുല്യമായ ത്രികോണം, അതിന്റെ പാദം 4, തുല്യമായ 2 വശം 6. അങ്ങനെയാണ് ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഏരിയ കാണാൻ b/4 ഇൻറ്റു റൂട്ട് ഓഫ് 4a² മൈനസ് b². ബി എന്ന് പറഞ്ഞാൽ ബേസ്, എ എന്ന് പറഞ്ഞാൽ തുല്യമായ വശം. b/4 4/4 ഗുണം റൂട്ട് ഓഫ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ തുല്യമായ, ഇത് 2 എയും ഇത് ബിയും, 4 ഇൻറ്റു a², 6ന്റെ സ്ക്വയർ 36 മൈനസ് b². ബി എന്ന് പറഞ്ഞാൽ ബേസ്, 4ന്റെ സ്ക്വയർ 16, 4 വെട്ടി. റൂട്ട് ഓഫ് 144 മൈനസ് 16 റൂട്ട് ഓഫ് 128. 128നെ നമുക്ക് 64 ഗുണം 2 എന്ന് എഴുതാം. 64ന്റെ റൂട്ട് 8, 2ന് റൂട്ട് ഇല്ല, നമുക്ക് പറയാം 8 റൂട്ട് 2 ആണ് ഉത്തരം. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. സെറ്റ് ആണ്, മുമ്പോട്ട് പോവാം. ഓക്കെ ആണോ മക്കളെ? ചില കുഞ്ഞുങ്ങള് ഈ ചോദ്യം, ഈ ഒരു സമപാർശ്വ ത്രികോണത്തെ 2 മട്ടത്രികോണമായിട്ട് കൺസിഡർ ചെയ്ത് ആൻസറിലേക്ക് വരാറുണ്ട്. അതായത് ഈ സമപാർശ്വ ത്രികോണത്തിന്റെ പാദം 4, ഈ 2 തുല്യമായ വശങ്ങൾ 6. ഇവിടുന്ന് ഒരു വര വരയ്ക്കുവാണ്, ഇതിനെ നമുക്ക് 2 മട്ടത്രികോണമാക്കാം. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പറയുക, ഇക്വേഷൻ പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു വഴിക്ക് പോകുമ്പോൾ എല്ലാം ഒന്ന് അറിഞ്ഞു വെച്ചാൽ നല്ലതാണ്. വേണ്ടാത്തവർ വിട്ടേക്കാം, സ്കിപ്പ് അടിക്കുക. ഇതാണ് അതിന്റെ പാദം. 2 മട്ടത്രികോണമായിട്ട് ഈ മട്ടത്രികോണം മാത്രമായിട്ട് നോക്കൂ. ഇതിന്റെ പാദം മൊത്തം 4, അപ്പൊ ഇവിടെ വരെ 2, ഇത് 6. അങ്ങനെയാണ് ഇതിന്റെ ലംബം. ഈ ഒരു സാധനം കാണാൻ റൂട്ട് ഓഫ് ലംബം കാണാൻ കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയറാ. കർണം 6, 6ന്റെ സ്ക്വയർ 36, ലംബം 2 പാദം 2, 2ന്റെ സ്ക്വയർ 4, റൂട്ട് ഓഫ് 32 എന്ന് വന്നു. 6ന്റെ സ്ക്വയർ 36 മൈനസ് 2ന്റെ സ്ക്വയർ 4, റൂട്ട് ഓഫ് 32 എന്ന് വന്നു. അപ്പൊ ഇവരുടെ ലംബം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 32 ആണ്. അപ്പോ ഈ ഒരു ത്രികോണത്തിന്റെ വേണ്ടി ഈ ഒരു സാധന ഹൈറ്റ് നമുക്ക് കിട്ടി റൂട്ട് ഓഫ് 32. ഏതൊരു ത്രികോണത്തിന്റെ പാദവും അവിടെ നിന്നുള്ള ഹൈറ്റും ഉണ്ടെങ്കിൽ ആ ത്രികോണത്തിന്റെ ഏരിയ കാണാൻ ഹാഫ് BH ആണ്. ഇവിടെ ഹാഫ് ഇൻറ്റു പാദം നമുക്കറിയാം 4 ഗുണം ഹൈറ്റ് നമുക്കറിയാം റൂട്ട് ഓഫ് 32. ഇത് രണ്ടൂടെ പോകുമ്പോ 2 റൂട്ട് 32 എന്ന് കിട്ടും. മക്കളെ 32നെ നമുക്ക് ഇങ്ങനെ എഴുതാം 16 ഗുണം 2. 32നെ നമുക്ക് 4 റൂട്ട് 2 എന്ന് എഴുതാം. കാര്യം ഒരു റൂട്ട് എടുക്കാൻ പറ്റുന്ന സംഖ്യയുടെ ഗുണിതമായിട്ട് മാറ്റിയാൽ, അല്ലെ 32നെ സൈഡ് ചെയ്താലും മതി. 16 ഗുണം 2 32.
16ന്റെ റൂട്ട് 4, 2ന് റൂട്ടില്ല, 4 റൂട്ട് 2. അപ്പൊ 2 ഗുണം 4 റൂട്ട് 2 ആണ് ഉത്തരം. ഇത് ചെയ്യുമ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ 8 റൂട്ട് 2 എന്ന് ഉത്തരത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ലാൻഡ് ചെയ്യാം. ഏത് രീതി കൂടെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ സൗകര്യം. ഓക്കെ ആണ്. അപ്പൊ കഴിവതും ആ ഇക്വേഷൻ പഠിക്കുന്നതാണ് നല്ലത്. വരും കാലത്തൊക്കെ അത് പ്രയോജനപ്പെടും. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം ഇതാ. ഇത് ഈസി ആയിട്ട് കിട്ടിയ ഒരു ചോദ്യമായിരിക്കും. 125, 135, 120, 130, 115, 125 ഡാഷ്. ഇതാണ് ചോദ്യം. മക്കളെ, ഇത് പെട്ടെന്ന് കാണുമ്പോൾ 10 കൂടി 15 കുറഞ്ഞു, 10 കൂടി 15 കുറഞ്ഞു, 10 കൂടി, അങ്ങനെ വേണേ ചിന്തിക്കാം. 2 രീതി ചെയ്യാവേ. നോക്കിക്കോണേ. 125ന്റെ കൂടെ 10 കൂടി 135ആയി. അതിൽ നിന്നും ഒരു 15 കുറഞ്ഞു 120ആയി. വീണ്ടും 10 കൂടി 130ആയി. 15 കുറഞ്ഞു 115ആയി. 10 കൂടി 125ആയി. അപ്പൊ സ്വാഭാവികമായും അടുത്തത് 15 കുറയും. 125ൽ നിന്ന് 15 കുറഞ്ഞ് നമുക്ക് പറയാം 110. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 110 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഇനി അതല്ല, ചില ആളുകൾ ഇതിനെ 2 സീരീസ് ഒക്കെ ആക്കിയിട്ട് ചെയ്യാറുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചാൽ 125 2, എന്നാലും കുഴപ്പമില്ല. 125, 135, 120, 130, 115, 125 ഒന്നിടവിട്ടുള്ള ഓൾട്ടർനേറ്റ് സീരീസ് ആയിട്ടും ചെയ്യാം. നോക്കുക. 125ന്റെ കൂടെ 5 കുറഞ്ഞു 120ആയി. 120ൽ നിന്ന് 5 കുറഞ്ഞു 115ആയി. 115ൽ നിന്ന് 5 കുറഞ്ഞ് 110 എന്ന് പറയാം. ഓപ്ഷൻ എ 110. ഇനി അടുത്ത സീരീസ് നോക്ക്. 135, 130ആയി, 5 കുറഞ്ഞു, ഒന്നിടവിട്ട്. 135, 125ആയി, 5 കുറഞ്ഞു, 125. വീണ്ടും 5 കുറഞ്ഞ് 120 5 വീതം കുറഞ്ഞു പോകുന്ന ഒന്നിടവിട്ടുള്ള സീരീസ് ആയി കൺസിഡർ ചെയ്താലും നമുക്കിതിന്റെ ഉത്തരത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം. അടുത്തത് ബോഡ് മാസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വേറൊരു വഴിയുമില്ല. ഓപ്ഷനിൽ നിന്ന് ചെയ്ത് നോക്ക എന്നല്ലാതെ വേറൊരു നിവർത്തിയുമില്ല. ശ്രദ്ധിക്കുക. പ്ലസ് ഇൻറ്റുവിന് പകരം മൈനസ് ആണ്. ഡിവിഷന് പകരം പ്ലസ് ആണ്. പ്ലസിന് പകരം ഡിവിഷൻ ആണ്. മൈനസിന് പകരം ഇൻറ്റു ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയേത് എന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോന്നും മാറ്റുക. ഇൻറ്റു എന്ന് പറയുന്നതിന് പകരം മൈനസ് ഇട്ടു. പ്ലസ് എന്നതിന് പകരം ഡിവിഷൻ ഇട്ടു. ഡിവിഷൻ എന്നതിന് പകരം പ്ലസ് ഇട്ടു. മൈനസ് എന്നതിന് പകരം ഇൻറ്റു ഇട്ടു. ഈ സാധനം വരുമോ എന്ന് നോക്കാം. എഴുതി. 6 മൈനസ് 2 ഡിവിഷൻ 3 പ്ലസ് 12 ഇൻറ്റു 3 15 എന്ന ഒരു വാല്യൂ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടേണ്ട ഉത്തരം എക്സാക്റ്റ് ആയിട്ട് ഒരു നമ്പറാണ് 15. പോയിന്റ് വരാൻ പാടില്ല. ബോഡ് മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഇത്തരത്തിൽ വരുമ്പോ ബോഡ് മാസ് റൂൾ ചെയ്യണ്ടേ? റൂൾ പ്രകാരമാ ചെയ്യണ്ടേ? ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. ഡിവിഷൻ 2 ഡിവിഷൻ 3. മക്കളെ, 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്. അതെങ്കിൽ 2/3 എന്ന് എഴുതി നോക്ക്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 0.66 സംതിങ്. അപ്പൊ 6 മൈനസ് 0.66 പ്ലസ് 12 ഗുണം 3 ഈക്വൽ ടു 15. ഇത് എഴുതുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഒരിക്കലും 15 എന്ന് പറയുന്ന ഒരു എക്സാക്ട് നമ്പർ ഇതിനകത്തൊന്നും കിട്ടത്തില്ല. ആലോചിച്ച് നോക്കി. 12 ഗുണം, അടുത്തത് ബോഡ് മാസ് റൂൾ പ്രകാരം ഡിവിഷൻ കഴിഞ്ഞാൽ 36. 6ൽ നിന്ന് 0.66 കുറച്ച് 36 കൂട്ടുമ്പോൾ
എന്തായാലും ഒരു പോയിന്റ് നമ്പറേ വരൂ, 15 പറയുന്ന കൃത്യം നമ്പർ വരത്തില്ല. അപ്പൊ ആദ്യത്തേത് എന്തായാലും നടക്കത്തില്ല, തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തേലേക്ക് വരാം. ഡിവിഷന് പകരം നമ്മൾ കൊടുത്തു പ്ലസ്, മൈനസിന് പകരം നമ്മൾ കൊടുത്തു ഇൻഡോ, ഇൻഡുവിന് പകരം നമ്മൾ കൊടുത്തു മൈനസ്, ഡിവിഷൻ പ്ലസിന് പകരം നമ്മൾ കൊടുത്തു ഡിവിഷൻ. ഇതൊന്ന് എടുത്തെഴുതിക്കേ. 3+7 ഇൻറ്റു 5 -10 ഡിവിഷൻ 3 = 10. ചെയ്ത് തുടങ്ങുമ്പോഴേ മനസ്സിലാക്കിക്കോണം, കൃത്യമായ ഒരു നമ്പർ വരണം, കൃത്യമായ ഒരു നമ്പർ വരണം. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഉണ്ട്. 10നെ 3 കൊണ്ട് ഒന്നുകിൽ 10/3 എന്ന് എഴുതാം, എന്നിട്ട് അടുത്ത കൂടെ കിടക്കുന്ന ഇൻറ്റു വല്ലതും ആണ് ചെയ്യാം, എന്തായാലും അല്ല. അപ്പൊ 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3.33 വരും. 3 + 7 × 5 -3.33 = 10. ഇനി അടുത്തത് ഡിവിഷൻ കഴിഞ്ഞ മൾട്ടിപ്ലൈ ആണ് 35. ഇതെന്തായാലും കറക്റ്റ് ഒരു നമ്പർ നമുക്ക് കിട്ടത്തില്ല. 10 എന്ന് പറയുന്ന നമ്പർ എക്സാക്ട് ഒരു നമ്പർ ആണ്. ആ നമ്പർ ഒരിക്കലും ഇതിനകത്തുനിന്ന് കിട്ടാൻ പോകുന്നില്ല. കിട്ടുമോ? ആലോചിച്ച് നോക്കി. കാര്യം 35 3 38. 38 3.33 കുറച്ചാൽ ഒരിക്കലും 10 എന്ന് പറയുന്ന ഒരു വാല്യൂ വരത്തേ ഇല്ല. അതുകൊണ്ട് പോയിന്റ് ആയിരിക്കും വരുന്നത്, അതുകൊണ്ട് അതും അല്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ സിയിലേക്ക് നോക്കാം. നമുക്ക് ആദ്യം മൈനസിന് പകരം നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻറ്റു ആണ്. ഡിവിഷന് പകരം ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് പ്ലസ് ആണ്. ഇൻറ്റുവിന് പകരം ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് മൈനസ് ആണ്. പ്ലസിന് പകരം ഡിവിഷൻ ആണ്. ഒന്നെടുത്ത് എഴുതി നോക്കിയാൽ ഈ സാധനം 15 × 5 + 5 -20 ഡിവിഷൻ 16 = 6 എന്ന് കിട്ടും. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. ഇത് ഡിവിഷൻ ആണ്. 20 ഒന്നുകിൽ അപ്പുറത്തേതെങ്കിലും മൾട്ടിപ്ലിക്കേഷന്റെ ആളുണ്ടെങ്കിൽ 20/16 തന്നെ എഴുതി വെട്ടിക്കളയാൻ പറ്റുമോ നോക്കാം. പക്ഷെ ഇവിടെ മൈനസ് ആണ്. അപ്പൊ 20നെ 16 കൊണ്ട് ഭാഗിക്കുമ്പോൾ 5/4 കിട്ടും. 5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1.2 എന്ന് വരും. 15 × 5 + 5 -1.2 = 6. മക്കളെ, അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഗുണനം ഉണ്ടോ? ഉണ്ട്. 75 + 5 -1.2 = 6. ഇതെന്തായാലും ഇനി ബാക്കി ചെയ്യണ്ട, പൂർണ്ണമായും ഒരു വാല്യൂ, ഒരു സംഖ്യ വരണം. 6 എന്തായാലും വരത്തില്ല. കാര്യം 75 5 80. 80ഉം 1.2 ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് 6ലേക്ക് പോകത്തില്ല. പെർഫെക്റ്റ് ആയിട്ടൊരു സംഖ്യയും വരത്തില്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല, ബി അല്ല, സി അല്ല. അപ്പൊ എന്തായാലും ഇത്രയും അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും. അതല്ല എങ്കിൽ ചോദ്യം തെറ്റായിരിക്കും. അതല്ല എങ്കിൽ ആ സത്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്തത് ഇതിലെവിടെയോ തെറ്റു പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിയിലേക്ക് വരാം. ഡിവിഷനു പകരം നമ്മളോട് ക്വസ്റ്റ്യന് പറയുന്നു പ്ലസ്, ഡിവിഷന് പകരം. മൈനസിന് പകരം ക്വസ്റ്റ്യനിൽ പറയുന്നു ഇൻറ്റു, പ്ലസിനു പകരം ഡിവിഷൻ, ഇനി ഇൻറ്റുവിന് പകരം മൈനസ്. ഇതെടുത്ത് എഴുതിക്കേ. 8 + 10 ഇൻറ്റു 3 ഡിവിഷൻ 5 -6 = 8. മക്കളെ, നമുക്ക് 8 എന്ന് പറയുന്ന ഒരു വിലയാണ് കിട്ടേണ്ടത്. 8. അപ്പൊ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. ഡിവിഷൻ ഉണ്ട്. 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്നുകിൽ നമുക്ക് ഇപ്പുറത്തൊരു ഇൻറ്റു കിടക്കുന്നത് കൊണ്ട് 10 × 3/5 എന്ന് എഴുതാം. -6 = 8. കാര്യം ഇപ്പുറത്ത് ഇൻറ്റു ഉണ്ടായത് കൊണ്ട് മൾട്ടിപ്ലിക്കേഷന് വെട്ടാൻ എളുപ്പമാണ്. കാര്യം 3 ഡിവിഷൻ 5 എന്ന് പറഞ്ഞാൽ 3/5 ആണ്. വേണമെങ്കിൽ ഇത്
0.6 എന്നൊക്കെ എഴുതാം. വേണമെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഈ ഇൻറ്റു എഴുതിയത് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നോക്കാം. നമുക്ക് ആദ്യം വേണ്ട 10 ഇൻറ്റു 3 ഡിവിഷൻ 5. 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 0.6 ആണ്. അപ്പൊ 8 പ്ലസ് 10 ഗുണം ഇത് നമുക്കറിയാം 0.6 മൈനസ് 6 ഈക്വൽ ടു 8. 10ഉം 0.6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം ഡിവിഷൻ കഴിഞ്ഞാൽ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 10ഉം 0.6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 10ഉം 6 മൾട്ടിപ്ലൈ ചെയ്താൽ 60 ആണ്. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ 6 എന്ന് കിട്ടും. 8 പ്ലസ് 6 മൈനസ് 6 ഈക്വൽ ടു 8 വരുവോ? 8ന്റെ കൂടെ 6 കൂട്ടിയാൽ നമുക്കറിയാം 14. 14ൽ നിന്ന് 6 കുറച്ചാൽ 8. 8 ഈക്വൽ ടു 8 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനിയും പോയിന്റ് ആക്കാതെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ സാധനം വേണ്ട ഇങ്ങനെ ഇരിക്കും. ഒന്നുകൂടെ കാണിക്കുന്നു. 8 ശ്രദ്ധിക്കുക. 8 പ്ലസ് 10 ഇൻറ്റു 3 ഡിവിഷൻ 5 മൈനസ് 6 ഈക്വൽ ടു 8. ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഉണ്ട്. ഇവരെ നമുക്ക് 3/5 എന്ന് എഴുതാം. 8 പ്ലസ് 10 ഗുണം ഈ 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാതെ ഞാൻ 3/5 എന്ന് എഴുതി. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇപ്പുറത്തൊരു ഇൻറ്റു ഉണ്ട്. ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്. ഇൻറ്റു ഇപ്പുറത്ത് കിടപ്പുണ്ടെങ്കിൽ 3 ഡിവിഷൻ 5 എന്ന് പറഞ്ഞാൽ 3/5 ആണ്. ഇൻറ്റു ഇപ്പുറത്ത് കിടപ്പുണ്ട്, വെട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ പ്ലസോ മൈനസോ ഒക്കെ ആണ്, അങ്ങനെ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. -6 ഈക്വൽ ടു 8. ബ്രാക്കറ്റ് ഓഫ്, ഡിവിഷൻ കഴിഞ്ഞ അടുത്ത മൾട്ടിപ്ലിക്കേഷനാണ്. 10 ഗുണം 3/5. ഇത് രണ്ടൂടെ വെട്ടി 2. 8 പ്ലസ് 6 മൈനസ് 6 ഈക്വൽ ടു 8. 8ഉം 6ഉം പ്ലസ് 6 മൈനസ് 6 ക്യാൻസൽ ചെയ്യുക. അല്ലെ 8ഉം 6 കൂട്ടിയാൽ 14. 14ൽ നിന്ന് 6 പോയാൽ 8. രണ്ട് സൈഡും സെയിം ആയി. അങ്ങനെ സെയിം ആവണമെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സെറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച അത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, കൃത്യമായി നോട്ടാക്കി എന്ന് തന്നെ കരുതുന്നു. ഇതേപോലെ മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം ജെറി.